ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഈ ഒരു വീഡിയോ ആരെയും ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ആരെയും പരാമർശിക്കുന്നോ അല്ല, വളരെ പ്രധാനപ്പെട്ട കുറച്ച് സത്യാവസ്ഥകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. സോ വീഡിയോ മുഴുവനും കാണുക. SSC എക്സാം 2025 ചോദ്യപേപ്പർ ചോർന്നോ എന്നൊരു വാർത്തയിലൂടെയാണ് നിങ്ങളിപ്പോൾ ഈ തമ്പ് കണ്ടിട്ടാണ് ഇവിടേക്ക് വന്നത്. ഒരു ബിഗ് നോ തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത്തവണത്തെ ചോദ്യപേപ്പർ പബ്ലിക് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിന് ഒരുപാട് റീസണുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഓണം എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയൊക്കെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ മോഡൽ എക്സാമിൻ്റെയൊക്കെ ചോദ്യപേപ്പറുകൾ ചോർന്ന് കിട്ടാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. അതായത് നിങ്ങളുടെ സ്കൂളുകളിൽ ആര് വിചാരിച്ചു, ഈവൻ ഒരു പ്യൂൺ വിചാരിച്ചാൽ പോലും ആ ചോദ്യപേപ്പറുകളൊക്കെ ചോർന്ന് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പബ്ലിക് എക്സാമിൻ്റെ ചോദ്യപേപ്പറുകൾ അങ്ങനെ ചോർന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല, നിങ്ങളോട് എപ്പോഴും ഞങ്ങൾ പറയുന്നതാണ്. അപ്പം പ്രഡിക്ഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സാധ്യതാ ചോദ്യങ്ങളാണ്. ചോദ്യപേപ്പറുകൾ ചോർത്തിയിട്ട് സാധ്യതാ ചോദ്യങ്ങൾ പറയുന്നതും ചോർത്താതെ സാധ്യതാ ചോദ്യപേപ്പറുകൾ പറയുന്നതും രണ്ട് തന്നെയാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു പോയ കുട്ടിക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. പ്രഡിക്ഷൻ നല്ലതാണ്, പക്ഷേ അതിൽ എത്രത്തോളം വരില്ല നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തവണത്തെ ഒരുപാട് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകൾ പ്രഡിക്ഷനുമായിട്ട് വീഡിയോകളുമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ നാജു സാർ, ജഡി സാറൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്രീസിയേഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ ഇതിനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മാർത്താനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം എത്രത്തോളം സത്യങ്ങളുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രഡിക്ഷനിൽ കാര്യങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ചോദ്യങ്ങൾ ഈ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിലാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ മുൻകാല വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ അനാലിസ് ചെയ്തുകൊണ്ട് ആ ചോദ്യപേപ്പറിൽ മോഡൽ എക്സാമിന് വരാത്തത് ഏത്, വന്നത് ഏത് എന്നൊക്കെ കൃത്യമായ ഒരു അനാലിസിസിലൂടെയാണ് ഈ പ്രഡിക്ഷൻ എല്ലാം തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, പബ്ലിക് എക്സാമിന് ചോദ്യപേപ്പർ എവിടുന്ന് നിങ്ങൾക്ക് ആർക്കും ചോർന്ന് കിട്ടുന്നതല്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്തവണത്തെ പബ്ലിക് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം. കാരണം പല പ്ലാറ്റ്ഫോമുകളുടെയും പ്രഡിക്ഷനുകളെല്ലാം തെറ്റിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സൈലത്തിലുണ്ട്. അത് ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ്. നിങ്ങൾ വന്ന് ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി. ഏത് എക്സാം ആവട്ടെ അത് ഞങ്ങൾ അടിപൊളിയാക്കി തരും. ഇനി നമുക്ക് വരാനുള്ളത് മലയാളം സെക്കൻഡാണ്, അതിനുശേഷം സോഷ്യൽ സയൻസ് ആണ്. ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണ് ഒട്ടുമിക്ക കുട്ടികൾക്ക് ഇനി മുന്നിലുള്ള വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ടെൻഷൻ എന്ന് പറയുന്നത്. മലയാളം സെക്കൻഡ് അത്യാവശ്യം കൂളായിട്ട് എഴുതാൻ പറ്റുന്ന എക്സാം തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്നാലും അതിനെ നമ്മൾ നിസ്സാരാക്കി കാണാൻ പറ്റില്ല. കാരണം മലയാളം സെക്കൻഡിലും A+ നേടുക എന്നത് നമ്മുടെ ലക്ഷ്യം തന്നെയാണ്. സോ അതിനുവേണ്ടി നാളെയും ഇന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മലയാളം സെക്കൻഡിൻ്റെ മാരത്തോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൈലം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാ SSC വിദ്യാർത്ഥികൾക്കും അയച്ചു കൊടുക്കുക. സോ കൂടുതലൊന്നും പറയാനില്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു വീഡിയോ ഒരാളെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും ഉദ്ദേശിച്ചിട്ടോ അല്ല. പകരം നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ചാപ്റ്ററുകൾ വൃത്തിയിൽ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ വൃത്തിയിൽ തന്നെ തരും. ഏത് പാതിരാത്രി വരെ നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങുകയുള്ളൂ. നിങ്ങളെ ഞങ്ങൾ അങ്ങനെ ഉറക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, സൈലം ലേണിംഗ്.